ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ നിർണായക ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രതി സന്ദീപ് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയിൽ ആയുധം ഉപയോഗിച്ച് കുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ ഉള്ളത്. കേസിൽ സാക്ഷി വിസ്താരം തുടരുകയാണ്. എസ് വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീഷ്, ഈ കേസിലെ ഏറെ നിർണായകമായ ദൃശ്യങ്ങളല്ലേ ഇത്? തീർച്ചയായും ഭവ്യ, 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനദാസിനെ കുത്തി കൊലപ്പെടുത്തുന്നത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സർജനായി ജോലി ചെയ്ത് വരവെയാണ് അവിടെ എത്തിയ അക്രമി ഇത്തരത്തിലുള്ള അക്രമം നടത്തുകയും ഡോക്ടറുടെ ജീവൻ എടുക്കുകയും ചെയ്തു. വളരെ ദുഃഖകരമായ വലിയൊരു വാർത്തയായി മാറിയിരുന്നു, വലിയ ഞെട്ടലുള്ള ഒരു വാർത്തയായി മാറിയിരുന്നു. നിലവിൽ ഈ സംഭവത്തിന്റെ സാക്ഷി വിസ്താരം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ജില്ലാ കോടതിയിലാണ് ഇതിന്റെ വിസ്താരം നടന്നു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ദൃശ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഡോക്ടർ വന്ദനദാസിനെ ആക്രമിക്കുന്നതും അതുപോലെ തന്നെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 ഡോക്ടർമാരെ ആക്രമിക്കുകയും അതുപോലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 പോലീസുകാരെ ആക്രമിക്കുകയും അതിലെ മണിലാൽ എന്ന പോലീസുകാരന്റെ തലയ്ക്ക് അക്രമി കുത്തുകയും ചെയ്തു എന്ന് മൊഴിയുണ്ടായിരുന്നു. ഇതിനെ കൂടുതൽ തെളിവുകൾ ആണ് ഇപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഡോക്ടറെയും കാണാൻ കഴിയും. ഡോക്ടറും സഹപാഠിയായ മറ്റൊരു ഡോക്ടറും കൂടി ഈ അക്രമം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നത് നമുക്കതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അക്രമം നടത്തി ഈ സന്ദീപ് വന്ന് വീഴുന്നു. അതുപോലെ തന്നെ സന്ദീപ് എഴുന്നേറ്റതിന് ശേഷമാണ് യൂണിഫോം ഇടാനായി ശ്രമിക്കുന്ന മണിലാൽ എന്ന പോലീസുകാരന്റെ തലയിലേക്ക് കുത്തുന്നു. അതുപോലെ തന്നെ മറ്റൊരു പോലീസുകാരനെ ആക്രമിക്കുന്നു. ഇത്തരം ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയത്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു എന്നാണ്. മിനിമോൾ, പ്രദീപ്, രമ്യ എന്നിവരാണ് കോടതി മുൻപാകെ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. ഇവർ ഈ ദൃശ്യങ്ങളെല്ലാം തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഈ കേസിനെ കൂടുതൽ ബലപ്പെടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ സാക്ഷി വിസ്താരവുമായി ബന്ധപ്പെട്ട് ആശുപത്രി ജീവനക്കാരായ ജയന്തി, അതുപോലെ തന്നെ വന്ദനയുടെ സഹപാഠി ഡോക്ടർ മുബീന എന്നിങ്ങനെ കുറച്ചു പേരെയാണ് ഇനി വരും ദിവസങ്ങളിൽ വിസ്തരിക്കുക. എന്തായാലും ഈ കേസ് വലിയ രീതിയിലേക്ക് ഇപ്പോൾ മാറുന്നൊരു സാഹചര്യമുണ്ട്. ഈ കേസിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി ഇതിന്റെ സംഭവങ്ങൾ കൂടുതൽ ഈ കോടതിയിൽ വാദിക്കാനുള്ള ഈ പ്രോസിക്യൂഷന് കൂടുതൽ ഗുണകരമായി തന്നെ മാറുന്നു എന്നുള്ളതാണ് ഭവ്യ പറയാനുള്ളത്. തീർച്ചയായും എസ് വിനീഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും നമ്മുടെ എല്ലാം ഉള്ളിൽ, മലയാളികളുടെ എല്ലാം ഉള്ളിൽ ഒരു നോവായി എക്കാലവും അവശേഷിക്കും ഡോക്ടർ വന്ദനാദാസ്. അപ്പോൾ എന്തായാലും ആ കൊലപാതകം, അതിൻ്റെ പ്രതി സന്ദീപ് എത്രത്തോളം പൈശാചികമായാണ് അന്ന് ആ ദിവസം പെരുമാറിയത് എന്നതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ അത് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.